കഥകളിയുടെ പെണ്ണടയാളം തീർക്കുകയാണ് തിരുവനന്തപുരം സ്വദേശി ജാനകി നായർ. കല്യാണ സൗഗന്ധികം കഥകളിയിൽ ഭീമസേനനെ അവതരിപ്പിച്ചാണ് ഇത്തവണ 27-കാരി പ്രേക്ഷക ശ്രദ്ധ നേടിയത്. തിരുവനന്തപുരം തീർത്ഥവാദ മണ്ഡപത്തിലാണ് കല്യാണ സൗഗന്ധികം അരങ്ങേറിയത്. പ്രധാന കഥാപാത്രമായ ഭീമസേനനെ അവതരിപ്പിച്ചത് ജാനകി നായർ. ഭീമസേനന്റെ വേഷത്തിലെത്തിയത് ഒരു വനിതയാണെന്നറിഞ്ഞതോടെ കഥകളി കാണാനെത്തിയവർക്കും അത് പുതിയ അനുഭവമായി. വനിതാ സാന്നിധ്യം കുറവായ കഥകളിയിൽ പുരുഷവേഷങ്ങൾ അവതരിപ്പിച്ചു പോരുന്ന ജാനകി നായർ കഥകളി പ്രേമികൾക്ക് സുപരിചിതയാണ്. ലണ്ടനിൽ നിന്നും മീഡിയ പബ്ലിക് റിലേഷൻസിൽ ബിരുദാനന്തര ബിരുദം നേടിയ ജാനകി 15 വർഷം കഥകളി അഭ്യസിച്ചിട്ടുണ്ട്. പ്രശസ്ത കഥകളി കലാകാരൻ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയാണ് ജാനകിയുടെ ഗുരു. രാവണൻ, കൃഷ്ണൻ, അർജുനൻ എന്നീ വേഷങ്ങളെയും വെല്ലുവിളിയായി സ്വീകരിച്ച് അരങ്ങിലെത്തിച്ചിട്ടുണ്ട് ഈ കലാകാരി. ലണ്ടനിലെ സർവകലാശാലയിൽ ജോലി നോക്കി വരുന്ന ജാനകി നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കഥകളി അരങ്ങിലെത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജാനകി നായരാണ് നമ്മുടെ ഇപ്പൊ മോർണിംഗ് ഷോയിൽ അതിഥിയായി ചേർന്നത്. ജാനകി, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. ചവറ പാറുക്കുട്ടിയമ്മ എന്നൊക്കെ നമ്മളെ കഥകളി രംഗത്ത് കേട്ടിട്ടുണ്ട്, സ്ത്രീകളുടെ സാന്നിധ്യം. അതിൽ ഒരു പേരും കൂടി ആഡ് ചെയ്യാണ്, ജാനകി. എങ്ങനെയാണ് അതിനെ കാണുന്നത്? പാറുക്കുട്ടിയമ്മ മാഡത്തിന്റെ ഒപ്പം പേര് പറയാനായിട്ടില്ല എന്റെ പേര്. പക്ഷെ അതുപോലെ ആകണം എന്നൊക്കെ ഒരു അംബീഷൻ മനസ്സിലുണ്ട്. വളരെ ചലഞ്ചിങ് ആണ് കഥകളി ചെയ്യുക എന്ന് പറയുന്നത്. മറ്റ് ആർട്ട് ഫോംസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഒക്കെ പഠിച്ചു. വളരെ താല്പര്യവുമുണ്ട് ആ കലാരൂപങ്ങൾ ചെയ്യാനും. പക്ഷെ കഥകളി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറൊന്നിനും കിട്ടാറില്ല. സോ അതുകൊണ്ട് തന്നെ അത്രയും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആയതുകൊണ്ടായിരിക്കണം, ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ സ്ത്രീ സാന്നിധ്യം കുറവായതുകൊണ്ടുമായിരിക്കണം അതിന് ഒരു അപ്രിസിയേഷൻ കൂടുതൽ കിട്ടാറുണ്ട്. ആ ഒരു ഒരു കുറവ്, ഐ മീൻ സ്ത്രീകൾ കുറവാണ് എന്നുള്ളത് മാറ്റി ഞാൻ വഴി ഒരാളെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് സ്ത്രീകൾ ഇതിലോട്ട് വരണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ട്. എന്തായാലും വന്നതിലും മറ്റൊരു പ്രത്യേകത ഭീമസേനൻ എന്ന കഥാപാത്രത്തെ പറഞ്ഞാൽ നമുക്കറിയാം വലിയ ഭീമാകാരനായ അത്ര ഗൗരവവും ഒക്കെയുള്ള ഒരു കഥാപാത്രം. ഈ ഒരു സ്ത്രീ അതിനെ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും ആളുകൾക്ക് കൗതുകം ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ പുരുഷ ഭീമന്മാരെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? കഥകളിയുടെ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ടെക്നിക്കാലിറ്റീസ് ഒക്കെ ഉള്ളത് പുരുഷവേഷങ്ങളിലാണ്. സ്ത്രീവേഷം മോശമെന്നല്ല അതുകൊണ്ടുള്ള അർത്ഥം. സ്ത്രീവേഷത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ചാരുതയുണ്ട്. അതേസമയം കഥകളിയുടെ വളരെ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ ചുവടുകളും ആംഗിക അഭിനയങ്ങളും ഉള്ളത് പുരുഷവേഷങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ആ പുരുഷവേഷങ്ങൾ ചെയ്യുമ്പോഴാണ് കഥകളി ചെയ്തു എന്നൊരു ഫീലിംഗ് വരുന്നത്. പിന്നെ ഇപ്പോ വീട്ടിലും എല്ലാരും കഥകളെ കുറിച്ചിട്ടൊക്കെ വളരെ അറിവുള്ള ആൾക്കാരാണ്, എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും. അപ്പൊ അവരൊക്കെ ഇന്ന വേഷം ഇത്ര വലിയൊരു ആശാൻ കളിക്കുന്ന കണ്ടിട്ടുണ്ട്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോൾ കൊച്ചിലെ മുതൽ അത് കേട്ടിട്ട് അത് ശരി, അങ്ങനെയാണെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കണമല്ലോ എന്നുള്ള ആ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പുരുഷവേഷങ്ങളോടൊരു താല്പര്യം തോന്നി. പിന്നെ ഗുരുവിന്റെ സപ്പോർട്ട്, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എൻ്റെ മേലൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയും വലിയ വേഷം കളിക്കാൻ അനുവദിക്കില്ലായിരുന്നു. അപ്പൊ ആ ഒരു സപ്പോർട്ട്, വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്, പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ്റെ സപ്പോർട്ട്, ചെയ്യുമ്പോൾ എല്ലാം നന്നായി ചെയ്യണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ആ ഒരു വഴി തെളിച്ചു തന്ന എൻ്റെ അച്ഛനാണ്. അമ്മയും ഒപ്പമുണ്ടായിരുന്നു എല്ലാത്തിനും. അങ്ങനെ ഇപ്പൊ സമൂഹത്തിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. പെൺകുട്ടിയാണ് കഥകളി, അത് പുരുഷന്മാർ ഒരുപാട് ഉള്ള ഒരു മേഖലയാണ്, ചെയ്യേണ്ട കാര്യമുണ്ട്, വേറെ ആർട്ട് ഫോംസ് ഒക്കെ ചെയ്താൽ പോരെ എന്നൊക്കെയുള്ള. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും കുടുംബത്തിലെ മറ്റു പല റിലേറ്റീവ്സും വളരെ സപ്പോർട്ടായിട്ട് അതാണ് നിനക്ക് സന്തോഷമെങ്കിൽ അത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അത് തീർച്ചയായിട്ടും അതിന് ഞാൻ ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ ഒരു ഫാമിലിയിൽ ജനിക്കാൻ പറ്റി. എന്താണ് കഥകളിയിലേക്ക് വഴിതിരിച്ചു വിട്ടത്? ഇതാണ് തന്റെ മേഖല എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ ആ മാനസികമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെ ആയിരിക്കണം. 5 വയസ്സ് മുതൽ കഥകളി പഠിച്ചു തുടങ്ങി. പക്ഷെ അന്നൊന്നും ജീവിതത്തിനെ കുറിച്ച് അത്രയ്ക്കൊരു തീരുമാനം ഒന്നും ആയിരിക്കണമല്ലോ ഞാൻ പോയത്. അപ്പം ഈ പറഞ്ഞതുപോലെ വീട്ടുകാരെ നല്ല ഒരു തീരുമാനം എടുക്കാൻ സഹായിച്ചു. പഠിക്കാൻ പോയി. ഒരു 10 വയസ്സൊക്കെ ആയപ്പോഴാണ് അതിലോട്ട് തിരിയണം,
കഥകളി മേഖലയിൽ എന്തെങ്കിലും ഒരു ചെറുതായ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ എങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹമൊക്കെ മനസ്സിൽ വന്നത്. അതുകൊണ്ടാണ് അക്കാഡമിക്സ് ഒപ്പം ഉണ്ടായിരുന്നിട്ടും ഞാൻ വേറെ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ പബ്ലിക് റിലേഷൻസ് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. കഥകളിയായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് പോലും കഥകളിയിലേക്ക് തിരിച്ചു വരണമെന്നും എന്തെങ്കിലും നല്ലതായി കഥകളിക്കൊരു ഇത് ചെയ്യണമെന്നൊരു ആഗ്രഹം മനസ്സിൽ വന്നു. നമ്മുടെ മനസ്സിന് സന്തോഷമുള്ളത് ചെയ്യുമ്പോഴാണ് എപ്പോഴും ഒരു പൂർണ്ണത തോന്നുന്നു. എന്തായാലും മറ്റ് നൃത്ത ഇനങ്ങളിൽ കൂടി പരിശീലനം നേടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഥകളിയിലാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. മറ്റ് നൃത്ത ഇനങ്ങളിലേക്കാണ് കൂടുതൽ താല്പര്യമുള്ളതും പരിശീലനം തരുന്നത്? ഞാൻ ഡോക്ടർ നീന പ്രസാദിന്റെ ശിഷ്യയാണ്. നൃത്ത വിഷയങ്ങളിൽ ഒരു ഗൗരവം എനിക്ക് വന്നത് നീന പ്രസാദിന്റെ ശിഷ്യയായതിനു ശേഷമാണ്. നീന ടീച്ചറിന്റെ കീഴിൽ മോഹിനിയാട്ടം പഠിച്ചു, ഭരതനാട്യവും ടീച്ചറിന്റെ കീഴിൽ തന്നെ പഠിച്ചു. അതിനൊപ്പം ഭരതനാട്യത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാൻ കഴിഞ്ഞു. അത് ഈ പറയുന്ന പോലെ ആർട്ട് ഫോമിനെക്കാട്ടിൽ അതിന്റെ തിയറിറ്റിക്കൽ ഒരു അവഗാഹം ഉണ്ടാകണം എന്നൊരാഗ്രഹത്തോടു കൂടി മാസ്റ്റർ ഡിഗ്രി ചെയ്തു ഭരതനാട്യത്തില്. അതിനൊപ്പം കിഷോർ മുസ്ലി കണ്ടി സാറിന്റെ അടുത്ത് കുച്ചിപ്പുടി പഠിച്ചു. കുച്ചിപ്പുടി അധികം പഠിച്ചിട്ടില്ല, വളരെ താല്പര്യമുള്ളത് കൊണ്ടൊന്ന് അറിയാൻ ശ്രമിച്ചു, അത്രയുമേ ഉള്ളൂ. ഭരതനാട്യം മോഹിനിയാട്ടവും കഥകളിയാണ് മെയിനായിട്ട് പഠിച്ചത്. അതിൽ പ്രയോറിറ്റി കഥകളിയാണ്. ഈ പുരുഷ വേഷങ്ങൾ ചെയ്യുമ്പോൾ സ്ത്രീകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേക രീതിയിൽ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ ഒരു കല എന്ന രീതിയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും? ബുദ്ധിമുട്ടുണ്ട്, ഫിസിക്കലി ചലഞ്ചിങ് ആണ്, വളരെ ഫിസിക്കലി ചലഞ്ചിങ് ആണ്. ഒന്നാമത് വെയിറ്റ്, കോസ്റ്റ്യൂമിന്റെ വെയിറ്റ് വളരെ കൂടുതലാണ്. പിന്നെ ഇന്നലെ ഭീമസേനനിൽ അങ്ങനെ ഒരു ഇതില്ലായിരുന്നു, പക്ഷെ കത്തിവേഷങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. കത്തിവേഷം ചെയ്യുമ്പോൾ അലർച്ച ഒരു ബുദ്ധിമുട്ടാണ്. ശബ്ദം, അതെ, നമുക്ക് മൈക്ക് ഉണ്ടാവില്ല അലറാനായിട്ട്. ചെണ്ടയും മദ്ദളത്തിന്റെ ശബ്ദത്തിന് മുകളിൽ നമ്മൾ അലറണം. അപ്പൊ സ്ത്രീ ശബ്ദം ഹൈ പിച്ച് എടുത്തു കഴിഞ്ഞാൽ സ്ത്രൈണഭാവം കൂടുകയുള്ളൂ. അപ്പോൾ ഹൈ പിച്ചിൽ അവർക്ക് മുകളിലെത്താൻ പറ്റില്ല. അപ്പോൾ ബേസ് വോയിസിൽ നിന്നിട്ട് അതിനും മുകളിൽ അലറുക എന്ന് പറയുന്നത് കുറച്ചൊരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ മുത്തശ്ശൻ കഥകളി വളരെ ഒരു തൽപരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മുത്തശ്ശനായിരുന്നു അലർച്ചയുടെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു തന്നത്. നെല്ലിയുടെ ആശാൻ അലറി ശീലിച്ചു കേട്ടോ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ജാനകിയായി നിന്നുകൊണ്ട് അലറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് വളരെ ചമ്മലുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ വേഷത്തിൽ കയറി കഴിയുമ്പോൾ, നമ്മൾ ആ ക്യാരക്ടറായി മാറുമ്പോൾ നമുക്ക് അലർച്ച വരും. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്തോ ചെറിയ ടിപ്പൊക്കെ തന്നു ഇങ്ങനെയാ അലറേണ്ടതെന്നൊക്കെ. അതൊക്കെ വെച്ചു ശരിക്കും അരങ്ങിൽ കയറിയിട്ട് ആദ്യമായിട്ട് അലറുന്നത്. അപ്പോൾ പുറത്ത് കേൾക്കാൻ പറ്റിയ ശബ്ദം എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. ബട്ട് എന്തോ ഈശ്വര സഹായം നന്നായി ചെയ്യാൻ പറ്റി. അപ്പം ചോദ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, സ്ത്രീകൾക്ക് പുരുഷവേഷം ചെയ്യുമ്പോഴുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഈ അലർച്ചയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ വെയിറ്റ് ആയിട്ടുള്ള, പിന്നെ കലാശങ്ങളൊക്കെ വളരെ ഹെവി ആയിട്ടുള്ള കലാശങ്ങളാണ്. പദം മുദ്രകൾ ചെയ്യുക എന്നുള്ളതിനൊപ്പം ഇത്രയും വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സ്ത്രീവേഷം പ്രാധാന്യമായിട്ടുള്ള ഒരു കഥകളി ആർട്ടിസ്റ്റാണ് അദ്ദേഹം. പാഞ്ചാലി വേഷവും ഞാൻ ഭീമൻ ചെയ്തു. അത് പലപ്പോഴും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പുരുഷന്മാര് സ്ത്രീവേഷം ഒപ്പം ചെയ്യുകയും. അപ്പൊ ഈ എപ്പോഴും വരുന്നത് ഒരു പൊക്കത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാകും. അല്ല, അപ്പൊ ഉണ്ടാകുന്നൊരു തോന്നൽ എന്താണ്? അല്ല, നമ്മൾ ആക്ച്വലി ക്യാരക്ടറായി മാറിക്കഴിയുമ്പോൾ അതങ്ങനെ തോന്നില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ വേഷം ആയി മാറിക്കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ളൊരു വ്യത്യാസം തോന്നില്ല. പിന്നെ മാത്രമല്ല, വളരെ ഇത്രയും സീനിയർ ആയിട്ടുള്ള വാസുദേവനാശാനെ പോലെ സീനിയർ ആയിട്ടുള്ള ഒരു സ്ത്രീ വേഷം ചെയ്യുമ്പോൾ അവര് ബോഡി ലാംഗ്വേജിൽ ഫുള്ളി മാറും. അപ്പൊ നമുക്ക് അടുത്ത് ഭീമനായിട്ട് പോയി ശൃംഗാരമൊക്കെ ചെയ്യുമ്പോൾ ആരാധന, അതെ അതെ അതെ, ഇത്ര സുന്ദരിയായിട്ടുള്ള ഒരാളാണ് അടുത്ത് നിൽക്കുന്നതെന്നൊരു തോന്നലാണ് വരുന്നത്. പക്ഷെ അത് നല്ലൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. ലണ്ടനിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അവിടുത്തെ ഒരു സാഹചര്യം കഥകളിക്ക് പരിശീലനത്തിനൊന്നും പറ്റുന്നതല്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഫ്ലാറ്റിൽ ചവിട്ടി കഴിഞ്ഞാൽ ആളുകൾ ശബ്ദ മലിനീകരണത്തിന് കേസ്. ഇതെങ്ങനെ കുറെ കാലമായി ലണ്ടനിൽ തുടരുന്നു. കഥകളി പോലൊരു കല എന്ന് പറയുന്നത് കൃത്യമായ പരിശീലനം ചിട്ടയോടുകൂടി വേണ്ടതാണ്. കാരണം നമ്മുടെ ഒരു പൂർണ്ണതയിലേക്ക് അതിന് സഹായമാകുന്നത്. പക്ഷെ അത് മാറ്റിയെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണ് പിന്നീട് അരങ്ങിലേക്ക് വരുമ്പോൾ? ബുദ്ധിമുട്ട്, സ്റ്റാമിന കുറവ് ഉണ്ടാവും. പക്ഷെ പൂർണ്ണമായി മാറ്റി നിർത്താതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു ഈ കഴിഞ്ഞ 8 വർഷവും. ഞാൻ യോഗ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതിന്റെ ഒരു ഗുണം നമുക്ക് കഥകളിയിൽ ഉണ്ടാകും. അതിനൊപ്പം തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റില് പ്രാക്ടീസ് നടക്കില്ല. പക്ഷെ വേറെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോയിട്ട് കുറെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള
ഒരു ചിട്ട വച്ചിട്ടുണ്ട്. ചിലപ്പോൾ നടക്കാറില്ല, പക്ഷെ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ടച്ച് ആകാതിരിക്കാൻ ഉള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ വന്ന് പ്രാക്ടീസ്, ആശാന്റെ മുന്നിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഒരു ലെവല് നമ്മൾ തനിയെ ചെയ്യുമ്പോൾ കിട്ടില്ല. പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഒരു സ്റ്റാമിന കീപ്പപ്പ് ചെയ്യാനായിട്ട് പറ്റി ഇങ്ങനത്തെ ശീലങ്ങളുമുണ്ട്. ഈ ലണ്ടനിൽ പോയിട്ട് മീഡിയയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്, ഹയർ സ്റ്റഡീസ് ചെയ്യുന്നത്. ഈ കഥകളി തന്നെ എന്തുകൊണ്ടാണ് അതൊരു തുടർന്ന് കൊണ്ട് അതിലേക്ക് ഹയർ സ്റ്റഡീസ് അതങ്ങനെ തെരഞ്ഞെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, എനിക്ക് പ്രൊഫഷൻ, അതായത് അക്കാഡമിക്സ് വിട്ടു പോകാനായിട്ട് താല്പര്യമില്ലായിരുന്നു. വേറെ ഡിഗ്രി ചെയ്യണം, വേറൊരു മേഖലയിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു. കഥകളിയെ പോലെ തന്നെ ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് മീഡിയ ആൻഡ് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫീൽഡിൽ മാസ്റ്റർ ഡിഗ്രി ഞാൻ ലണ്ടനിൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ കഥകളി എൻ്റെ പാഷനാണ്, വേറാസ് മീഡിയ എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫഷനാണ്. അപ്പം അത് രണ്ടും വേർതിരിച്ച് തന്നെ നിൽക്കണം എന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് നമ്മൾ തുടർന്ന് ചെയ്യണേ നമുക്കതൊരു ജോലിയാണ് എന്നൊന്നും തോന്നില്ല. നമ്മൾ എപ്പോഴും പറയും ജോലിയാണെന്ന് തോന്നില്ല, ശരിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കഥകളി കൊണ്ട് മാത്രം നമുക്ക് തുടർന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലേ? ആ ഒരു കഥകളി മാത്രമല്ല, ഏതൊരു ആർട്ട് ഫോമിന്റെയും ഒരു ഇതാണ്. ഫിസിക്കലി ഒരു ഇതുള്ളത് കാരണം നമുക്കൊരു ചെറിയൊരു പനി വന്നാൽ മതി, നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും തുടർന്ന് കൊണ്ടുപോകാൻ. അപ്പോൾ ഒരു സേഫ് സൈഡിൽ എപ്പോഴും ഒരു പ്രൊഫഷണൽ നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം, സ്കിൽഫുൾ ആയിട്ട് കൂടി നമുക്ക് ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. വീട്ടുകാരുടെ ഒരു അഡ്വൈസ് ആയിരുന്നു പണ്ട് മുതലേ ഉള്ളത്, പഠിത്തം കളയരുത്. കാരണം അത് എന്താ പറയുക, നമുക്കൊരു ഹാർഡ് വർക്കിംഗ് നേച്ചർ അതുകൊണ്ട് കിട്ടാൻ ഉപകാരപ്പെടും. സ്കൂളിലും കോളേജിലും ആയിരുന്ന സമയത്തും പഠിത്തം നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു കലാപരമായിട്ടുള്ള ഒരു അധ്യയനവും നടന്നിരുന്നത്. ഒരു ഹാർഡ് വർക്കിംഗ് നേച്ചർ അതുകൊണ്ട് കിട്ടി. വെറുതെ ഇരിക്കാൻ തോന്നാറില്ല, എപ്പോഴും വർക്ക് ചെയ്യണം. അവിടെ തന്നെ ജോലി കഴിഞ്ഞ്, ഞാൻ എൻ്റെ ഒരു ഡാൻസ് സ്കൂൾ അവിടെ ഉണ്ട് ലണ്ടനിൽ. 5 മണിക്ക് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ക്ലാസ് എടുക്കാറുണ്ട്. ഞാൻ ഫുൾ ടൈം ജോലി ചെയ്യുന്നതിനൊപ്പമാണ് ഞാൻ റിസർച്ച് ചെയ്യുന്നത്. പാർട്ട് ടൈം ആയിട്ടാണ് റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ റിസർച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഡിമാൻഡിങ് ആണ് ഇവിടെ. ഭയങ്കര അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ഒരിതാണ്. അപ്പോൾ എൻ്റെ PhD ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, ഒപ്പം കലാപരമായിട്ടുള്ള അതിലൊരു എന്നെ പ്രാപ്തയാക്കിയത് ഞാൻ ഇവിടെ മുതലേ അക്കാഡമിക്സും കലയും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി ശീലിച്ചത് കൊണ്ടാണ്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒന്നിലധികം മേഖല കൈകാര്യം ചെയ്യാൻ പറ്റാതെ വന്നു പോയെന്ന് പറഞ്ഞു. ഒരു ചെറിയ ഇടവേള കൂടി എടുത്ത് പെട്ടെന്ന് തിരിച്ചു. Mathrubhumi Morning Show brought to you by Prayag in association with Intica. An ideal cream for man. ഇനി യുവാക്കൾ അടിച്ചു പൊളിക്കൂ. കഥകളി രംഗത്തെ യുവ കലാകാരി ജാനകിയാണ് നമുക്കൊപ്പം തുടരുന്നത്. നമുക്ക് കഥകളി രംഗത്തെ നിങ്ങളുടെയൊക്കെ വലിയ ഒരു എന്താ പറയാ വഴികാട്ടിയായ ഒരാളെ കുറിച്ച് കൂടി അറിയാം. അഭിമാനമായ ഒരു പ്രതിഭ, നൂറ്റാണ്ട് പിന്നിട്ട കളിയാചാര്യൻ നാടിന്റെ ആദരം നൽകി നാട്ടുകൂട്ടം അദ്ദേഹത്തെ സ്വന്തമാക്കുകയാണ്. 100 വയസ്സ് തികഞ്ഞ കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരെയാണ് നാട് ആദരിച്ചത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആയുസ്സിന് 100 ആണ്ട്, 85 പിന്നിട്ട കലാസമര്യ, അരങ്ങിൽ നിന്നും കളിവിളക്ക് പോലെ തെളിഞ്ഞു കത്തുന്ന പ്രതിഭ ഗുരു ചേമഞ്ചേരി. അനുഭവിക്കുന്നവർക്കും ഇല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്നവർക്കും ആ ഒരു പരിവേഷം എല്ലാവരെയും മനസ്സിന്റെ ഉള്ളിൽ കിട്ടും. അത് ജാനകിയിലൂടെ അത് എല്ലാവരിലേക്കും ഇറങ്ങട്ടെ, അത് അനുഭവിക്കാൻ എല്ലാവർക്കും ജാനകിയിലൂടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി, ഈ ഒരു അവസരം നൽകിയതിന് വളരെ നന്ദി. എന്തായാലും ഇങ്ങനെ ഒരു സംരംഭം കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരാളെങ്കിലും ഇൻസ്പയർഡ് ആവുകയാണെങ്കിൽ, ഒരു പെൺകുട്ടിയെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് ഈ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ വളരെ സന്തോഷം. നന്ദി. ഒരുപാട് നന്ദി മോണിഷയിൽ അതിഥിയാണ്. നമ്മളങ്ങനെ കലയുടെ ഒരു ലോകത്താണ് കുറച്ച് സമയങ്ങൾ ചെലവഴിച്ച് ഇനി വീണ്ടും വാർത്തകളുടെ ലോകത്തേക്ക് തിരികെത്താം. ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം